how to handle not only how to handle success, how to handle the failures. Particularly you are in the management environment. ഒരു ഇടിഞ്ഞുപൊളിഞ്ഞ വീടായ സിറ്റുവേഷനുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി നിരവധി വീടുകൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ഒക്കെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ള ഒരു വീടാണിത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും. അതിനകത്ത് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. Should not become the captain of the individual or project chief. The project chief. കയ്യടികളൊക്കെ വേണമെങ്കിൽ ശക്തമാണ്. എന്നാൽ ഇത് എന്തെങ്കിലും ഭംഗിയായിട്ടുള്ള വീടുകൾ വെക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യും. മൂന്ന് നിലകളിലാണ് വീടിനുള്ളിൽ ലിഫ്റ്റൊക്കെ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഒരു വീഡിയോ ഏതാ സമയത്താണെങ്കിലും കൊറോണ സമയത്തൊക്കെയാണെങ്കിൽ ഹൗസ് വാമിംഗ് നടത്തുന്നത് വലിയ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതിന്റെ ബാക്കിൽ ഇനി ഇത് മാത്രമല്ല, എൻ്റെ ഓതന്റിസിറ്റി എനിക്ക് അറിയില്ല. ഇറ്റ് ഈസ് ട്രൂ മേ ബി. ഞാൻ പറഞ്ഞത് എത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതിൻ്റെ 20ാമത്തെ വയസ്സിലാണ്. ഞാനിപ്പോൾ 45 വയസ്സിലെത്തി. മൈ ലൈഫിൽ എനിക്ക് 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് അന്ന് അവിടെ വെച്ച് കേട്ട ഒരു വാക്ക് തന്നെയാണ്: നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്പർ 1 ആകാൻ ടാർഗറ്റ് ചെയ്യണം. നമ്പർ 2 ലോകം ഓർത്തു വെക്കില്ല. എവറസ്റ്റ് കീഴടക്കി ആദ്യത്തെ ആൾക്കറിയാം, രണ്ടാമതാരെ പോയ ആൾക്കാരാണ് ശ്രദ്ധിക്കുന്നില്ല. ചന്ദ്രനിൽ പോയ ആദ്യത്തെ ടീമിനെ പലർക്കും അറിയാം, രണ്ടാമത്തെ ആൾക്കാരെ ആർക്കും അറിയില്ല. ഒളിമ്പിക്സിൽ ഗോൾഡ് മേടിച്ചാലെന്ന് പലർക്കും അറിയാം, സിൽവർ മേടിച്ചാലെന്ന് പറയുന്നില്ല. ആൾക്കാർക്ക് താല്പര്യമില്ല. കറക്റ്റല്ലോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏത് ഫീൽഡിൽ പ്രവർത്തിക്കുന്നോ ടാർഗറ്റ് ടു ബി നമ്പർ 1. നമ്പർ 1 ആയില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ അന്ന് പങ്കെടുത്തൊരു ബുക്കിൽ ഒരു ഡയറിയിൽ ഫസ്റ്റ് പേജിൽ എഴുതി വെച്ചു: ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലും ലോകത്തിലും നമ്പർ 1 ആണ്. അന്ന് എഴുതി വെച്ചു, വെറുതെ എഴുതി വെച്ച. പിന്നീട് എന്നുകൊടുത്തിങ്ങനെ വായിക്കുന്ന സമയത്താണ് ഞാൻ കേരളത്തിലെ ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ട് ബിസിനസ് ചെയ്യാം. ഈ ചെറിയ സ്ഥലത്ത് നിന്ന് ബിസിനസ് ചെയ്താൽ ഞാൻ എങ്ങനെ ഇന്ത്യയിൽ നമ്പർ 1 ആകും? ഇന്ത്യ മുഴുവൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യണ്ടേ? അങ്ങനെ കൊച്ചിയിലേക്ക് വന്നു, അവിടുന്ന് ഡൽഹിയിലേക്ക് മാറി. 2004 മുതൽ 2013 വരെ ഞാൻ ഡൽഹിയിൽ താമസിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്തത്. എനിക്ക് മലയാളം അല്ലാതെ വേറൊരു ഭാഷ പോലും അറിയില്ല. അന്ന് ഞാൻ എഴുതി വെച്ചാണ് 2013 ശേഷം 14 ശേഷം ഇന്ത്യക്ക് വെളിയിലേക്കുള്ള രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് എക്സ്പ്ലോർ ചെയ്യണം. ലോകത്തിൽ ഇന്നും ഡയറക്ട് സെല്ലിംഗ് നമ്പർ 1 ആയിട്ടുള്ള കൺട്രി ഏതാണെന്ന് വെച്ചാൽ അത് US ആണ്. അതുകൊണ്ടാണ് ഞാൻ US പോയത്. നാളെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ലോകത്തിൽ ഏറ്റവും ടോപ്പിലേക്ക് മൈ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ അതിനുള്ള സാഹചര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റണം. ഇനി രണ്ടാമത്തത്, ആ സാഹചര്യം വരാനുണ്ടായ സാഹചര്യം, എൻ്റെ മക്കൾ വളർന്നു വന്നു. എൻ്റെ മൂത്ത മോൾക്ക് സൗത്ത് കൊറിയയിൽ സോളിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് സ്കോളർഷിപ്പിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. അപ്പൊ മോൾ അവിടത്തേക്ക് പോയി. അപ്പൊ ഇനി ഒരാളും കൂടെ ഉള്ളൂ. പെൺകുട്ടികളായ വിവാഹം കഴിച്ചാൽ അവരുടെ ഹസ്ബൻഡ്സിന്റെ കൂടെ ആയിരിക്കും. ആ സമയത്ത് ഞാനും വൈഫൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതമായിരിക്കും. അതുകൊണ്ട് മക്കളുടെ കൂടെ തന്നെ ഉണ്ടാകണം. ഞാൻ പല ട്രെയിനിങ് പ്രോഗ്രാമിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും മക്കളെയൊക്കെ വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിടുമ്പോൾ, അത് UK ഓസ്ട്രേലിയയോ അമേരിക്കയിലോ ഒക്കെ ആയാൽ അവിടെ പോയി പഠിപ്പിക്കാൻ വിടുമ്പോൾ നമ്മളും അവിടെ പോയി നിന്നുകൊണ്ട് അതിനടുത്തൊരു വീടും ഒക്കെ വാങ്ങി അവിടെ നിന്ന് അവരെ പഠിപ്പിക്കാനായിട്ട് കഴിയണം. ഐ ആം ബ്ലെസ്ഡ് ആക്ച്വലി. അത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് സൗത്ത് കൊറിയയിലും സോളിലും പോയി നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ടഫ് ആക്ച്വലി.
അതുകൊണ്ടാണ് US ഇവൻ രണ്ടാമത്തെ കുട്ടിയുടെ പഠനമായിട്ട് അവളിപ്പോൾ ഗ്രാജുവേഷന് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ 12th കഴിയുന്നതേ ഉള്ളൂ. അവൾ ഗ്രാജുവേഷന് വരാൻ പോകുന്നു. അവളുടെ പഠനം US ആയിരിക്കും. ചിലപ്പോൾ മൂത്ത കുട്ടിയും ആ സമയത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സമയത്ത് അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് അവിടെ പോയത്. അതുകൊണ്ടുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഇത് ചേഞ്ച് ആവുന്നില്ലല്ലോ. അവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതിയായിരിക്കും. ഒരു പണിയും കൂടായി എന്തായാലും അവിടെ ഉറങ്ങാതിരിക്കുകയാണ്. അതൊന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഇത് ഞാൻ US പോയ സമയത്ത് മൈ ലൈഫ് സ്റ്റൈലിലെ പവറാണ്. എൻ്റെ വീട് US വന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സതീന്ദ്രൻ ഡാബറ ബ്രാൻഡ് ന്യൂ ഡയമണ്ട്. ഞാൻ അവിടെ പോയ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഒരുപാട് താമസം. ഈ സമയത്ത് ആളുടെ മൂത്ത മോള് കാനഡയിലാണ് പഠിക്കുന്നത്. അങ്ങനെ കാനഡയിൽ വന്നു. ആ സമയത്ത് US വന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. നെക്സ്റ്റ്, ഇതിൻ്റെ പല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ ഇതൊക്കെ മൈ ലൈഫ് സ്റ്റൈലിൽ വന്നതുകൊണ്ടായ നേട്ടമാണ്. എനിക്കൊന്നും വന്ന പരിപാടിയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. വൺ മോർ ക്ലിക്ക്. ഇതൊക്കെയാ സാർ വൺ മോർ ക്ലിക്ക്. ഇതൊക്കെ ആ ഒരു സംവിധാനം കണ്ടു, ഒരു ബോർഡ് കണ്ടു, വിളിച്ചു, ചെന്നു, എന്താണ് പ്രൈസ് എന്ന് ചോദിച്ചു, നമ്മളൊരു പ്രൈസ് പറഞ്ഞു, വാങ്ങിച്ചു പോരുന്നു. ദാറ്റ്സ് ഓൾ. പിന്നെ വീട്ടിലൊരു ബെഡ്റൂം സെറ്റാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, നേരത്തെ ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി, ഒരു സെലിബ്രിറ്റി ഉണ്ട്, മെഡോണ എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ഉണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. അവർ പേഴ്സണലി ഉപയോഗിച്ചിരുന്ന ഒരു ബെഡ്റൂം സെറ്റാണ്. അതൊരു ഓപ്ഷനിൽ വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ കപ്പിൾസിന് 90 വയസ്സ് കഴിഞ്ഞു. അവർക്ക് രണ്ടാം നിലയിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. ഒറ്റ നില വീട്ടിലേക്ക് അവർ മാറി. അതുകൊണ്ടാണ് അവർ ആ വീട് വിറ്റത്. ഒരു ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കപ്പിൾസ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഇതൊന്നും എടുത്തുകൊണ്ട് അവർക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ എനിക്കും ആ കൂട്ടത്തിൽ തന്നെ കിട്ടിയൊരു സംവിധാനമാണ്. ഇതൊക്കെയാണ് വീട്. പിന്നെ എൻ്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമായിരുന്നു ഒരു ഡബിൾ ഹൈറ്റൊക്കെ ഉള്ള ഒരു വീട്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഗ്രാൻഡ് പിയാനോ ഒക്കെ വേണം. ആ സ്വപ്നം നമ്മൾ എന്ന് കണ്ടാൽ, നമ്മൾ പറയില്ലേ, നമ്മൾ ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് ദൈവം നമ്മളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. കാരണം ഞങ്ങളൊരു വലിയ താമസമുള്ള ഡബിൾ ഹൈറ്റിൽ പിയാനോ എന്ന് വെക്കാൻ പറ്റിയിട്ടില്ല. യു ക്യാൻ ജസ്റ്റ് മൂവ് വൺ മോർ സ്റ്റെപ്പ്, വൺ മോർ. ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ആ ഡബിൾ ഹൈറ്റും ഗ്രാൻഡ് പിയാനോയും. ഇതൊക്കെയുള്ള ഒരു നല്ലൊരു വീടാണ് ഞങ്ങൾക്ക് നെക്സ്റ്റ് വൺ സ്വന്തമാക്കാൻ പറ്റിയത്. വീടിനോടൊപ്പം സ്വിമ്മിംഗ് പൂളും സംവിധാനങ്ങളും എല്ലാം വീടിനോടൊപ്പം തന്നെയുണ്ട്. ഏതാണ്ട് 1/2 ഏക്കർ നടത്തു വരും അതിൻ്റെ ലാൻഡ്. 1/2 ഏക്കറിൽ 1/2 ഏക്കറിൽ കുറവേ ഉള്ളൂ. അത്രയുള്ള ഒരു ലാൻഡിലാണ് വീട്. അത് കാണാൻ പോയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ഒക്കെയാണ്. ഇതാണ് വീടിൻ്റെയൊക്കെ ഫെസിലിറ്റി. യു ക്യാൻ വൺ മോർ ക്ലിക്ക്. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്, ഇതൊന്നും അവസാനമൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചറെ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഒരു വെഹിക്കിൾ എന്ന നിലയിൽ ഈ 2 വീലർ TVSന്റെ വിക്ടർ KL5M4566. ആ നമ്പർ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പുതിയ വണ്ടിയുടെ നമ്പർ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എനിവേ ഞാൻ പറയുന്നത് ഇവിടുന്നാണ് തുടങ്ങിയത്. ഒരു ദിവസമൊക്കെ 1000 കിലോമീറ്റർ വരെയൊക്കെ ഏകദേശം ഞാൻ ഈ ബൈക്കൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്നാണ് ഗ്രോത്ത് വന്നത്. പിന്നീട് മാസങ്ങൾക്കുള്ളിൽ ഞാൻ അടുത്ത ഡെവലപ്മെന്റ് വന്ന നെക്സ്റ്റ് ഒരു ടാറ്റ ഇൻഡിഗോ കാറാണ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ വാങ്ങിയത്. പിന്നീട് ഒരു പ്രീമിയം കാർ വന്നു. അത് നെക്സ്റ്റ് അതൊരു സ്കോഡയായിരുന്നു. എൻ്റെ വിവാഹ സമയത്ത് അതായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നോവ പോലുള്ള കാറുകൾ വന്നു. പിന്നീട് കാറൊക്കെ മാറി BMW ആയി. ഇന്ന് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ അതിൻ്റെ മോഡലൊക്കെ മാറി ഒരു സ്പോർട്സ് മോഡലാക്കി മാറ്റി. ഈ ബിസിനസ്സിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഞാൻ UAE പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ച, എനിക്ക് ലൈസൻസ് കിട്ടിയതിൻ്റെ അന്ന് ഞാൻ വാങ്ങിച്ചൊരു വാഹനമാണ്. എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ എനിക്ക് വാങ്ങാൻ പറ്റില്ല. ഫോർച്യൂണർ കാർ. ഭ്രമണം നടന്ന സമയത്ത് പ്രസാദ് സാറൊക്കെ അന്ന് ബെൻസിൽ അവിടെ സ്റ്റേജിൽ വരുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ കാറിലാണ് ഞാൻ വന്നത്, മെർസിഡീസിന്റെ GLS. ഇന്നാണ് ഏകദേശം 1,65,00,000 രൂപയ്ക്ക് മേലെ ഇപ്പോൾ മാർക്കറ്റിൽ വിലയുണ്ട്. ആ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഒരു മോട്ടോർ ഹോം സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലാണ് ഞാൻ വന്നത്. ഇത് ആദ്യം ഒരു സമയമുണ്ട്. കാരണം രാവും പകലിങ്ങനെ യാത്ര നടത്തുമ്പോൾ ഇരുന്നുകൊണ്ടാണ് ഉറക്കം. മസിൽസ് ഒന്നും റിലാക്സ് ആവുന്നില്ല. ബാക്ക് പെയിൻ പ്രധാനമായിട്ടുള്ള പ്രശ്നം, ഷോൾഡർ പെയിൻ, ബോഡി പെയിൻ, ഇതൊക്കെ കണ്ടിന്യൂസ് കൂടി ഉണ്ടായിരുന്നു. 27ാമത്തെ വയസ്സിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ നടന്നിട്ടുണ്ട്. ഇനി യാത്ര ചെയ്താൽ പാരലൈസ്ഡ് ആയി പോകുന്ന പോലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു ക്യാരവാൻ വേണം, ഒരു ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വണ്ടി വേണമെന്ന്. ആ വണ്ടിയാണ് എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് അതിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഞാൻ സുഖമായിട്ട് ഉറങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഇത് ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഞങ്ങൾ രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് ഞാൻ 5 ഒക്കെ ഒരു യാത്ര പോയ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. നെക്സ്റ്റ്, ഇനി ഇതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും കാണിച്ചു പോകുന്നില്ല. കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും മെർസിഡീസിന്റെ EQS S-Class ഇലക്ട്രിക് വണ്ടി ആദ്യം വന്നപ്പോൾ ആദ്യത്തെ വാഹനം എനിക്ക് വാങ്ങാൻ പറ്റി. ആസ് എ മൈ ലൈഫ് സ്റ്റൈൽ ലീഡർ. ആ
ഫംഗ്ഷൻ ഒരു വലിയ ഫംഗ്ഷൻ ആയിരുന്നു. നെക്സ്റ്റ് ആ പ്രോഗ്രാം ഒരു വലിയ ഹോട്ടൽ, വലിയ സംവിധാനം വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനൊക്കെ ആയിരുന്നു. ഇതാണ് വാഹനം. കാരണം ശക്തമായ കൈകളിലാണ് വാഹനം. അതിന്റെ അത് ആ കേബിൾ വലിഞ്ഞു കാണും. മറ്റേ കേബിൾ വലിഞ്ഞിട്ടുണ്ടാവും. ഇപ്പുറത്തെ കേബിൾ വലിഞ്ഞു. യെസ്, ഒരു ക്ലിക്ക് കൂടെ. അതൊരു വലിയ ഫംഗ്ഷൻ ആയിരുന്നു ആ പ്രോഗ്രാം. അവിടെ വെച്ച് അവർ എന്നോട് ചോദിച്ചു, ഒരുപാട് ഇവർ കൊച്ചി IAS ഓഫീസർ ഒരുപാട് വലിയ വലിയ ഓൺട്രപ്രണേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് ഫംഗ്ഷൻ വെച്ചത് ഞാൻ അത് വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു ആക്ച്വലി ആ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വെച്ചിട്ടാണ് ഈ വാഹനം നെക്സ്റ്റ് ആവുന്നുണ്ടോ? യെസ്, ഇന്ന് ഞാൻ സന്തോഷം. US-ലെ വീട് മാത്രം പോരല്ലോ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കാലം ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ. ഇവിടെ ഉണ്ടായിരുന്നത് മെർസിഡീസ് GLS 350 ആയിരുന്നു. അവിടെ മെർസിഡീസിന്റെ GL 550 കാറാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനോട് ഫോട്ടോയാണ്. എൻ്റെ മോൾക്ക് അവിടെ 16ാമത്തെ വയസ്സിൽ ലൈസൻസ് കിട്ടും. സ്കൂളിൽ തന്നെ ലൈസൻസ് കിട്ടിക്കോളും. സ്കൂളിൽ നിന്ന് ഡ്രൈവിംഗ് ഒരു പാഠ്യ വിഷയമാണ്, അവിടെ പഠിപ്പിച്ചോളൂവർ. അവർക്ക് ലൈസൻസ് കിട്ടിയതിൽ അന്ന് അവർക്ക് എടുത്തിട്ടുള്ള ഒരു കാറാണ് BMW കാർ. ഇതിൻ്റെ പ്രത്യേക ഞങ്ങളുടെ ഒരു ഡ്രീമായിരുന്നു. ഫോട്ടോക്കെ വെച്ചിട്ടിങ്ങനെ ഓപ്പൺ ആവുന്ന കാറാണ്. കയ്യടികളൊക്കെ എന്നോട് ശബ്ദമായിട്ട് കേൾക്കാം. ആദ്യം കൂലികളൊക്കെ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് അതിലൊക്കെ തുടങ്ങിയത് ഫിനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും ഉണ്ടാകുന്ന പറഞ്ഞില്ലേ, ആ ഒരു ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും എൻജോയ് ചെയ്യാൻ ദൈവം എനിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയത് ഈ ശക്തമായ കയ്യടി എന്ന ലീഡേഴ്സിനെ ഡെഡിക്കേറ്റ് ചെയ്തു. നമുക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ, അല്ലേ? അവർക്ക് സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ യഥാർത്ഥ വിജയം. അവരുടെ ഉള്ളിൽ ഇതുപോലൊരു മകനോ മകളോ ഉണ്ടായത് എൻ്റെ സന്തോഷമാണ്, എൻ്റെ അഭിമാനമാണെന്ന് അവരെന്ത് ചിന്തിക്കുന്നു, അന്നാണ് നമ്മളെ യഥാർത്ഥത്തിൽ വിജയിക്കുന്നവരായിട്ട് മാറുന്നത്. എനിക്ക് എൻ്റെ പാരൻസിനോടൊപ്പം പല പല സ്ഥലങ്ങളും അവരെ സന്തോഷത്തിന് വേണ്ടി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെയാണ് എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും പാരൻസ്. അവരൊക്കെ പല പല രാജ്യങ്ങളിൽ ഈ ബിസിനസ്സിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ റീസെൻ്റ് ആയിട്ടൊരു ട്രിപ്പായിരുന്നു. എൻ്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം അമ്മയുടെ ലൈഫിൽ ഒരു എനർജിയൊക്കെ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആ സമയത്ത് ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന സമയമാണ്. ഫാദർ ഒരുപാട് കിടന്ന് പാർക്കിൻസോണിസും അൽഷിമസും ഒക്കെ ഉണ്ട്. ഒരു 5-6 വർഷത്തോളം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് മരണപ്പെട്ടത്. ആ സമയത്ത് എങ്ങും പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയായിട്ടൊരു ട്രിപ്പ് പോയി. ആ സമയത്തുള്ള ഒരു ഏകദേശം 1 വീക്ക് വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. അതൊക്കെ സാധിച്ചത് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ്. എൻ്റെ മക്കളൊക്കെ 1 വയസ്സ് 2 വയസ്സിനുള്ളിലൊക്കെ അവർ 8-10 രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസാണ്. ലോകമഹാത്ഭുതങ്ങൾ ഓരോന്നോരോന്ന്. കയ്യടി നിർത്തരുത്, ഞാൻ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നല്ല ഹോട്ടൽസും ഏറ്റവും വലിയ വലിയ ഈവൻറ്റുകൾ, എക്സ്പെക്ടേഷൻസ്, ലോകമഹാത്ഭുതങ്ങൾ, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിംഗ് ട്രെയിൻ, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ടവർ ചൈനയിലെ ഷാങ്ഹായ് സിറ്റിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫോട്ടോ സർവീസ് ദുബായ്. അതിൽ പണി നടക്കുന്ന സമയത്തും പണി കഴിയുന്നതും ഇതൊക്കെ കംപ്ലീറ്റ് എടുത്ത് ഫാമിലിയെ കൺട്രോൾ ചെയ്തിട്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്കുകൾ, ലോകത്തിലെ ഏറ്റവും മൗറീഷ്യസിൽ വരുന്ന ഫോട്ടോ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങൾ, ചരിത്രങ്ങളൊക്കെയുള്ള സിറ്റികൾ, ജോർഡാൻ, അതുപോലെ ഇസ്രായേൽ, ഇതിലേക്കുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് പ്രഷ്യൻ സിറ്റീസ്, ഡെഡ് സീ ചാർവോൾ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂൾ പറയുമ്പോൾ ഞങ്ങളൊക്കെ കടമൊക്കെ നീണ്ടു വരുന്നത് താഴെ പോക്കിരിക്കുന്നത് ചാർന്ന് പോകുന്നത്. ഇതൊക്കെ ലൈഫിലൊരു വലിയ ലോകത്തിലെ ഏറ്റവും പുതിയ വണ്ടേഴ്സ് ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൾക്കാർ മാത്രം സെലക്ട് ചെയ്യുന്ന യൂറോപ്യൻ റോയൽ കരീബിയൻ ക്രൂസിലാണ് നമ്മൾ കംപ്ലീറ്റ് യൂറോപ്പിൽ പോയത്. 2 ആഴ്ച കംപ്ലീറ്റ് അതിൽ പോകാൻ സാധിച്ചു. അതുപോലെ ഇവിടെയൊക്കെ ആൾക്കാർ ചൂട് വിയർത്തൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ഇവിടെ വെച്ചിട്ടിങ്ങനെ ഐസ് വെച്ചിട്ട് കളിക്കുന്ന സമയത്താണ്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. ഇത് ഓസ്ട്രേലിയ വെച്ചിട്ട് ഞങ്ങൾ എടുത്തതാണ്. സ്വിറ്റ്സർലൻഡുമായിട്ട് വളരെ ക്ലോസ് ആണ്, ജർമ്മനിയായിട്ട് വളരെ ക്ലോസ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. ഇതൊക്കെ സാധിച്ചത് ഈ ഞാൻ കൂടുതലും കംപ്ലീറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇത് ഈജിപ്തിലെ
നൈൽ റിവറാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ ഒന്നാണ് നൈൽ റിവർ. ഒരുപാട് ചരിത്രമുള്ള മോസസിനെ ഈ നദിയിലാണ് ഒഴുക്കിവിട്ടത്. അവിടെ ക്രൂസൊക്കെ ഉണ്ട്. ആ ക്രൂസിലൂടെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയത്. ക്രൂസിൽ വെച്ച് എടുത്ത ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ടെമ്പിൾ, ചർച്ച് ഇതൊക്കെ ഇവിടെയാണ് ഉള്ളത്. ആ സ്ഥലത്തൊക്കെ എടുത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇത്. അവിടെയുള്ള പല പല സ്ഥലങ്ങൾ, ഇത് റോമിലെ കൊളോസിയം ലോകമഹാത്ഭുതമുള്ള ഒന്നാണ്. അതുപോലെ പിസ ഗോപുരം, ചെറിയ പിസ ഗോപുരം, അതൊക്കെ ഈ യാത്രയിൽ എടുത്താണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ബ്യൂട്ടിഫുൾ കൺട്രി മോണ്ടനെഗ്രോ, ഇത് അവിടെ വെച്ച് ഞങ്ങൾ വന്ന ക്രൂസാണ് അവിടെ കിടക്കുന്നത്. അവിടെ കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഒരു മൗണ്ടന്റെ മുകളിൽ വെച്ച് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഷിപ്പ് അതൊരു കടലെടുക്കുക, 2 മലയുടെ ഇടയ്ക്കോട്ട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചെടുത്തൊരു വീഡിയോ ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റി, ഇവിടെയാണ് മാർപ്പാപ്പ ഉള്ളത്. ഈ സ്ഥലങ്ങൾ, അതുപോലെ യൂറോപ്പിലെ ഓസ്ട്രേലിയ ക്യാപിറ്റൽ വിയന്ന, ഇങ്ങനെയൊക്കെയുള്ള സ്വിറ്റ്സർലൻഡിലെ ജൂഫ്ര മൗണ്ടൻസ്, പാരീസിലെ ഡിസ്നി ലാൻഡ്, ഐഫൽ ടവർ, ഈവൻ അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വാഷിംഗ്ടൺ DC ക്യാപിറ്റൽ ബിൽഡിംഗ്, നയാഗ്ര വാട്ടർഫോൾസ്, മയാമി ഫോർട്ട്. ഇത് കാനഡയിലെ റിവറാണ്. ഇത് പുറത്തേക്കാണ്. തണുപ്പുകൊണ്ട് റിവർ ഐസായി പോയി. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഓടിയൊക്കെ നടക്കാം. അവിടെയൊക്കെ ഞങ്ങൾ കാണാൻ പോയ സമയത്ത് ഈവൻ ഒരു ഫ്ലൈറ്റും ഒരു ഹെലികോപ്റ്ററും ഒക്കെ റെന്റിനൊക്കെ എടുത്തിട്ടാണ് പോയത്. ഗ്രാൻഡ് കാനിയോൺ ഓഫ് ദ വണ്ടർഫുൾ വേൾഡ്, ബെവർലി ഹിൽസ്, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആണ് ഈ സ്ഥലങ്ങൾ. തുർക്കിയിലെ കൊസദസ എന്ന് പറയുന്ന സ്ഥലമാണ്, കാപ്പഡോസിയ. ഇവിടെ ഉള്ള അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് താഴെ 4-5 നിലകൾ താഴെയാണ്. തണുപ്പൊക്കെ കൂടുന്ന സമയത്ത് അവിടെ താമസിക്കാൻ നാച്ചുറലി ആയിട്ടുള്ള ചൂടുകളുണ്ട്. അവിടെ ഒരു ബലൂൺ, ഹോട്ടൽ ബലൂണിൽ ഞങ്ങൾ പോയി കണ്ട ഒരു ട്രിപ്പാണത്. ഈ കത്തുന്നത് ഗ്യാസ് കത്തുന്ന വെച്ചാണ് കേൾക്കുന്നത്. ഹോട്ടൽ ബലൂണിൽ നിന്ന് അങ്ങനെയാണ് ഇത് പറപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന വലിയ സ്വപ്നങ്ങളും, എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ടോ അതൊക്കെ സർവശക്തനായ ദൈവം അതൊക്കെ നേടാനായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഈജിപ്തിലെ പിരമിഡ്സ് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇത് മൗണ്ട് എവറസ്റ്റ് ആണ്. നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഫ്ലൈറ്റിൽ പോയി കണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ ആ ട്രിപ്പാണ്. ഇതൊക്കെ ലൈഫിലുള്ള അച്ചീവ്മെന്റ് ആണ്. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സാണ്. പല പല രാജ്യങ്ങളിൽ പല പല സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അമേരിക്കയിലെ പല പല സിറ്റീസ്, നാസ, അതുപോലെ തന്നെ ഇത് അസർബൈജാനിലെ ഓണത്തിന്റെ വെക്കേഷനിൽ ഞങ്ങൾ പോയ സമയത്ത് എടുത്താണ്. അവിടെ ഒരു ഫയർ മൗണ്ടൻ ഒക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും ഫയർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഗ്യാസ് വെറുതെ കത്തുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്കുകൾ വീട് കിടക്കുന്ന സ്ഥലമാണ് സിക്സ് ഫ്ലാഗ്സ് എന്ന് പറയും. അവിടെയാണ് റീസെന്റ് പോയത്. കഴിഞ്ഞ ന്യൂ ഇയർ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കുകളുടെ സിറ്റീസുള്ള ഫ്ലോറിഡ എന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയിട്ട്. ആ സമയത്തുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഈ വീഡിയോസ് ഫോട്ടോസ് ഒന്നും കാണുന്നത്. സമയങ്ങളോട് ഞാൻ കൂടുതൽ പറയുന്നത് 1:30 എന്റെ സെഷൻ അവസാനിപ്പിക്കണം. നമ്മുടെ ലഞ്ചിന്റെ ടൈം ഉണ്ട്. ഇതൊക്കെ സാധിച്ചത് ഈ ബിസിനസ് ഒന്നുകൊണ്ട് മാത്രമാണ്. യുഎസിലേക്കൊക്കെ പോകുന്ന സമയത്ത് 16-18 മണിക്കൂറൊക്കെ ഒറ്റയടിക്ക് ഫ്ലൈറ്റിൽ ഇരിക്കണം. ഞാൻ നോർമലി എക്കണോമിക് ക്ലാസ്സിലാണ് പോകാറുള്ളത്. ചില സമയത്ത് കണ്ടിന്യൂസ് ഭയങ്കര ടയർഡ് ആവുന്ന സമയത്ത് പല സമയത്തും യാത്ര ചെയ്യുന്നത് ബിസിനസ് ക്ലാസ്സിലൊക്കെ ഓപ്റ്റ് ചെയ്ത് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് മൈലേജ് കേൾക്കുള്ളതൊക്കെ വരുമാനം ഞാൻ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ കൊണ്ട് പറ്റിയ സാധ്യമായ സ്ഥലങ്ങളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ലൈക്ക് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് ബിൽഡിംഗ് ഒക്കെ വെച്ചു. അതൊക്കെ റെന്റ് ഔട്ട് ചെയ്യുന്നു. നല്ല റെന്റൽ ഇൻകം ഒക്കെ അതിലൂടെ കിട്ടുന്നുണ്ട്. ഇനി അതിനേക്കാൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സമയമായിരുന്നു ഹജ്ജ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ പാരൻസിനോടൊപ്പം എനിക്ക് ഹജ്ജിൽ കൊണ്ട് അവരെ കൊണ്ടാൻ പറ്റി, പോകാൻ പറ്റി. ആ സമയത്ത് മേജർ ഒരു അൺസർട്ടനിറ്റി ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പറയാം. ഞങ്ങൾ 2 വലിയ അപകടങ്ങൾ അവിടെ വെച്ച് തരണം ചെയ്തു. ക്രെയിൻ വീണിട്ട് 100 കണക്കിന് ആൾക്കാർ മരിച്ചു. ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ക്രെയിൻ വീണത്. പടച്ചവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് ഞങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇനി ഞാൻ പറയുന്നത് ഈ ഒരു അപകടം കഴിഞ്ഞ് ഞങ്ങൾ വളരെ ദുഃഖത്തോടുകൂടി പോയ സമയത്താണ് തിക്കിലും തിരക്കിലും പെട്ട ആയിരക്കണക്കിന് ആൾക്കാർ ചൂടത്ത് മരിച്ചത്. ഒരു ഗേറ്റ് മുമ്പിൽ തുറക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ക്യാമ്പിന്റെ മുമ്പിലുള്ള മിനായിലെ ആ സ്ഥലത്ത് ആ ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഓർമ്മപ്പെട്ടാണ്. ഞാനും എൻ്റെ ഫാദറും മദറും എൻ്റെ ബ്രദറും ഒക്കെ എന്ന് പറയപ്പെട്ടാണ്. ഞാൻ പറയാനുള്ളത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അത് എൻ്റെ കഴിവായിട്ട് ഒരിക്കലും പറയുന്നില്ല. ഈ അനുഗ്രഹം കിട്ടിയത് തന്നെ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലൂടെ 10,000-കണക്കിന് കുടുംബങ്ങളാണ് അവരുടെ ജീവിത മാർഗവും അവരുടെ സ്വപ്നങ്ങളും ഇത് അച്ചീവ് ചെയ്തത്. അവരുടെ പ്രാർത്ഥനയായിരിക്കും ഇതൊക്കെ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു അൺസർട്ടനിറ്റി പലതവണ വന്നിട്ടുണ്ട്. ഞാൻ യാത്ര സമയത്ത് എനിക്കുണ്ടായ ഒരു കാർ അപകടമാണ്. 3 പ്രാവശ്യം കാർ ഇങ്ങനെ മറിഞ്ഞുപോയി. ഫുൾ ടാങ്ക് പെട്രോളാണ് വീഴുന്നത്. ഒരു ഫ്ലൈ ഓവറിൽ താഴത്തേക്ക് വീഴേണ്ടതായിരുന്നു. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഓരോ സമയത്തുണ്ടാകുന്ന ഓരോരോ അപകടങ്ങളാണ്. നിങ്ങൾക്കറിയാം, യാത്ര ചെയ്യുന്നവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അഹമ്മദാബാദിൽ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായി. എത്ര പേരാ മരണപ്പെട്ടത്. ഞാൻ പല ആക്സിഡന്റുകളിൽ നിന്നൊക്കെ വളരെ സെക്കൻഡുകൾക്കൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം മാസത്തിലൊക്കെ ഒരുപാട് ഫ്ലൈറ്റ് ട്രിപ്പുകളൊക്കെ പല സമയത്ത് ഫ്ലൈറ്റാണ് ഏറ്റവും സേഫസ്റ്റ്. എന്നാൽ പോലും അവിടെ ഉണ്ടായി പിന്നെ നോക്കണ്ട. ദാറ്റ്സ് ഓൾ.
അതുപോലെ എത്ര നമുക്കിത് കാണുന്നില്ല, ഒരു റോഡ് അവിടെ ഉണ്ടായാൽ പോരെ. ഇനി മൈലേജിന്റെ പവർ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബിസിനസ്സിലൂടെ എൻ്റെ ഒരു ഷോർട്ട് അച്ചീവ്മെന്റ് ഞാൻ ചെറിയ സമയം കൊണ്ട് പറയാം. ഇത് എൻ്റെ ഐഡിയ ആണ്, ക്രൗൺ ഡയമണ്ട് ഐ ഡി. ഓർഗനൈസേഷൻ 1 ഏതാണ്ട് 1000 കോടിക്ക് അടുത്താണ്, 989 കോടി ബിസിനസ് വോളിയം. ഓർഗനൈസേഷൻ 2 718